എന്നും അപകടം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ശ്രീ സുനിൽകുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റിൻ്റെ നേതൃത്വത്തിൽ നാളെ മുതൽ ആവശ്യത്തിന് റിസോഴ്സസോടുകൂടി മാൻ പവറും മറ്റ് എക്യുപ്മെൻസും, ഇപ്പം ഈ പറഞ്ഞുള്ള തെർമൽ ഇമേജിങ് ഒന്നും ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഇല്ലെന്ന് ഇന്ന് രാവിലെ അറിഞ്ഞത്. രാത്രിയിൽ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ സൈറ്റ് ചെയ്യാൻ അടക്കമുള്ളത്. അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഡ്രൈവ് ഈ മേഖലയിലുള്ള ഇതിനകത്ത് വരുന്ന സ്ഥിരമായി വന്ന് ഇവിടെ നിൽക്കുന്ന ആനകളെ ഉൾക്കാടുകളിലേക്ക് അയക്കാനുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് നാളെ രാവിലെ മുതൽ ആരംഭിക്കുകയാണ്. ഇന്ന് അതിനുള്ള ആൾക്കാരെ മൊബിലൈസ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഇത് ചെയ്യുന്നതിനോടൊപ്പം ഇവിടെ മുൻകാലങ്ങളിൽ MLA-മാർ മുൻകൈ എടുത്ത് പല പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്തിയില്ല. ഈ ആനകളെ ഓടിക്കുന്ന മൃഗങ്ങളെ ഓടിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിൻ്റെ സോളാർ വേലികളും അല്ലെങ്കിൽ ഹാങ്ങിങ് ഫെൻസ്, വിവിധ പ്രോജക്റ്റുകൾ ഇതിന് സമാന്തരമായി തന്നെ അതുകൂടെ ഫോർട്ടിഫൈ ചെയ്യുന്ന, സ്ട്രെങ്തൻ ചെയ്തു പോകുന്ന ഒരു തീരുമാനത്തിലേക്കാണ് നമ്മളെത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ മൂന്നാമത്തെ ഏറ്റവും സുപ്രധാനമായ തീരം ഈ ഫെൻസ് ഇടുന്നത്. ഫെൻസ് ഇപ്പോൾ ഉണ്ട് പല സ്ഥലങ്ങളിലും, ഫങ്ഷൻ ചെയ്യുന്നില്ല. ആ ഫെൻസും വനത്തിൻ്റെ ആ ഗ്യാപ്പിൽ ഒരു 20 മീറ്റർ വിസ്റ്റ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാട് വെട്ടി ക്ലിയർ ആക്കുന്ന ഒരു തീരുമാനവും ആ 30 കിലോമീറ്ററിലും 20 മീറ്റർ വെച്ച് ക്ലിയർ ആക്കുന്നത്. അന്നേരം ഫെൻസ് തകർക്കാതിരിക്കാൻ അത് കുറച്ച് സഹായകരമാകും. മാത്രവുമല്ല ആന അപ്പുറത്ത് നിൽക്കുന്നെങ്കിൽ കാണാനുള്ള അവസരവും നമുക്കുണ്ടാകും. പിന്നെ ഇങ്ങനെയാണ് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആവശ്യപ്പെട്ട ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനൊക്കുന്നതൊക്കെ ഇവിടെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു ടെസ്റ്റ് കേസായിട്ട് തുടങ്ങുകയാണ്. അതിരപ്പള്ളിയിലെ അതിരൂക്ഷമായ വിഷയം ജനവാസ മേഖലയിൽ ഇതിനെ ഓടിക്കുന്ന ഒരു ടെസ്റ്റ് കേസായിട്ട് തുടങ്ങുകയാണ്. അത് വെച്ചുകൊണ്ട് ഭാവി പരിപാടികൾ നമുക്ക് ആലോചിച്ച് നടത്താം. അല്ല, അത് ഭാവി പരിപാടി ഭാവിയിൽ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞില്ല. അത് ഇപ്പോൾ പ്രഖ്യാപിച്ച ഭാവി പരിപാടി ആകത്തില്ല. കുടുംബത്തിന് നഷ്ടപരിഹാരം എന്തെങ്കിലും, മോഹൻ ചേട്ടൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം? കുടുംബത്തിനുള്ള നഷ്ടപരിഹാരത്തിൻ്റെ ആദ്യ ഗഡു ഞങ്ങൾ നൽകി കഴിഞ്ഞു. പക്ഷേ അത് ഇനിയാണെങ്കിലും നൽകും. ഇതിൻ്റെ നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ചിട്ടുള്ള UDF-ൻ്റെ മാനിഫെസ്റ്റോയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ എത്തിക്കും. പക്ഷേ നമ്മുടെ മുമ്പിൽ പ്രയോറിറ്റി അതല്ല, അത് അവസാന ഘട്ടമാണ്. ഇതെല്ലാം ചെയ്തിട്ട് അപകടം ഉണ്ടായാലും ഒരാൾ മരിച്ചാൽ അവിടെ സഹായം എത്തിക്കുക എന്നുള്ളതാണ്. ഇത് സമയബന്ധിതമായി ഇത് കുറച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നം കേരളത്തിൽ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് ആഗ്രഹം.